ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ. ഇനി തരിക്കഞ്ഞി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം, നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നോമ്പിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമായിരുന്നു കേട്ടത്. എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു തരിക്കഞ്ഞി. ഇപ്പോൾ ഒക്കെ അതെടുത്ത് പോയിട്ടുണ്ട്. ഒരു ഒട്ടുമിക്ക വീട്ടിലും പുഡിങ്ങും പിന്നെ പലതരം സ്വീറ്റ്സ് ഐറ്റംസും പിന്നെ ജ്യൂസും വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും സ്നാക്സുകളും ഒക്കെ ആയിട്ട് ഇത് താനാണ്ട് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായ സാധനമാണ് തരിക്കഞ്ഞി എന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിലിത് പൊതുവെ ഉണ്ടാക്കാറൊന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ കാക്കാൻ്റെ വീട്ടിൽ ഉപ്പാക്കും ഉമ്മാക്കും ഇത് നിർബന്ധമായിരുന്നു നോമ്പിനിട്ട. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ഏലക്കായപ്പൊടി ചതച്ചിട്ടതും പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് തിളച്ച് വരുമ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒക്കെ തിളച്ച് റെഡിയായി വന്നപ്പോൾ നമ്മൾ 1 സ്പൂൺ റവ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റവ കുറുകി റെഡിയായി ഒന്നിങ്ങനെ കുറുകി വന്നപ്പോൾ ചെറുതായിട്ട് സേമിയം കൈ വെച്ച് ഞെരടി ചെറുതാക്കി എടുത്ത് സേമിയ നമുക്ക് എത്രത്തോളം വേണ്ടിച്ച് കുറച്ച് റവ സേമിയം കുറച്ചായിട്ട് ഇടുള്ളൂ കേട്ടോ. അധികമായാലും ഒരു എന്താ പറയുക പായസത്തിൻ്റെ പരുവാകും. അപ്പോൾ എനിക്കിത് തീരെ ഇഷ്ടമില്ല, ലൈറ്റായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അതായത് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവയും സേമിയയും നന്നായിട്ട് സേമിയ അതുകൊണ്ട് വേഗം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മുകളിലായിട്ട് നിൽക്കില്ല, രണ്ടും ഒപ്പായിട്ട് ഇങ്ങനെ നിൽക്കില്ല. ഈ ഒരു ഭാഗമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയ ഉള്ളി കേട്ടോ, അത് നിർബന്ധമാണ്. ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്.